പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘടന അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവർ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിനക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര
എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പപ്പുവിൻ്റെ ഒരു സിനിമയില്ലേ, ഞാൻ സിനിമ തിയേറ്ററിൽ പോയി കാണത്തില്ല, പിന്നെ വല്ലവരുമായിട്ട് എന്തെങ്കിലും ഇതിൻ്റെ അടുത്ത സഹപ്രവർത്തകരൊക്കെ ആയിട്ട് വല്ല രാജ്യത്തല്ല ഈ പൺട്രസിലെടുത്ത് പോകുമ്പോൾ വല്ല സമയമുണ്ടെങ്കിൽ അവിടുത്തെ ഫിലിം നോക്കും. അത് മോശം സിനിമ ഒന്നും കാണത്തില്ല, എല്ലാം നോക്കി കണ്ടാൽ പിന്നെ മോശമാണെന്ന് കണ്ട് അപ്പം തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോരും. ഒരു സംശയമില്ല കരുതി. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇത് എന്തിനാ വൈഷുഡ് നമ്മളിത് ഹൃദയം എന്തിനാണ് ആവശ്യമില്ലാതെ ശുശ്രൂഷയിരിക്കണമല്ലേ. അപ്പം അത് എന്താ ഞാൻ ഈ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം ശരിയാക്കി തരാമെന്നും പറഞ്ഞൊരു സിനിമയിൽ ഈ പണ്ടുണ്ടായിരുന്നതാണ് പപ്പുവിൻ്റെയൊക്കെ. പപ്പു ഒരു സ്പാനറൊക്കെ വെച്ചിട്ടുണ്ട്, വെള്ളാനകളുടെ നാട് അങ്ങനെ എന്താ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയും. ഇത് ഏറ്റവും കൂടി പറയണ ആരാണെന്ന് അറിയാമോ? പിശാച. നമുക്ക് പിശാചാണ് ഇത് ഏറ്റവും കൂടി ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞത്. എന്താണ് ആ പിശാച പറഞ്ഞത്? അതിൽ ഇവനിങ്ങനെ കണ്ണും വെച്ച്, ബൈബിൾ പറയുന്നത് അറിയാമോ? ബൈബിൾ പറയണത് ഇവനിങ്ങനെ കണ്ണും വെച്ച് വാതിക്കലിങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ അപ്പം ഇവൻ ചാടി പറ്റും. അതുകൊണ്ട് ബൈബിൾ പറയും, നീ തെറ്റ് ചെയ്യാതിരിക്കാൻ നോക്കണമെന്ന് പറയാം, അല്ലെങ്കിൽ അവൻ നിന്നെ കണ്ണു വെച്ചിട്ടുണ്ടെന്ന് പറയും. ഇത് വായിച്ചത് ഭാഗം വായിച്ചേ. ഉൽപ്പത്തി 4:7 ഉചിതമായി പ്രവർത്തിച്ചാൽ, ആരുടെ പറയാം? കായനോട് ദൈവം പറഞ്ഞാണേ, ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ല. കായന്റെ ബലി സ്വീകരിച്ചില്ലല്ലോ ദൈവം. അപ്പൊ ഉചിതമായി പ്രവർത്തിച്ചാൽ നീ സ്വീകാരനാകത്തില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. എന്നുവെച്ചാൽ ഞാൻ അർത്ഥം എങ്ങനെ കീഴടക്കണം? എങ്ങനെ പാപത്തെ കീഴടക്കണത്? നല്ലത്, എല്ലാത്തിലും നല്ലത് ചെയ്യാൻ നോക്കണം. എല്ലാത്തിൻ്റെയും നല്ലത് ചെയ്യാൻ നോക്കണം. അല്ലെങ്കിൽ അല്പം തെറ്റിപ്പോയാൽ ഉടനെ അവൻ പറയും, ഇപ്പം ശരിയാക്കി തരാൻ അവൻ കയറി വരും. ഇപ്പം എന്ത് ചെയ്താലും ഓരോ വിഷയത്തിനും അതിൻ്റെ നല്ലത് ഏതാണെന്ന് നോക്കണം. എന്ന് വെച്ചാൽ നല്ലതെന്ന് പറയുമ്പോഴേ ഒരു കുഴപ്പം വെച്ചാൽ, നല്ലതെന്ന് വെച്ചാൽ അതിൽ ദൈവത്തിന് നല്ലതാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെയാണ് ഈ ആൾക്കാർക്ക് പണി കിട്ടുന്നത്. അവർ നല്ലതെന്ന് നോക്കാൻ എനിക്ക് തോന്നി, അത് നല്ലതാണെന്ന് തോന്നി അങ്ങനെ ചെയ്തതാണെന്ന് പറയും. പക്ഷെ അവിടെ എന്താ വിഷയം? അത് ദൈവത്തിന് നല്ലതാണെന്ന് നോക്കണം. ദൈവത്തിന് നല്ലതാണെന്ന് നോക്കണമെങ്കിൽ പ്രത്യേകിച്ച് മെസ്സേജ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ചില ആൾക്കാർ ചില കൺഫ്യൂഷൻ വരും, മെസ്സേജ് എടുക്കണം ഇപ്പോഴേക്കാണ്. ദൈവം നല്ലതാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ലതായിട്ട് തന്നെയാണ് നമ്മുടെ ജീവിതം ക്രമീകരിക്കണമെങ്കിൽ ദൈവം നമ്മളെ കൊണ്ട് നല്ലതേ ചെയ്യിക്കത്തുള്ളൂ, ചിന്തിപ്പിക്കത്തുള്ളൂ, നടപ്പിൽ വരുത്തിക്കത്തുള്ളൂ. നമ്മൾ എന്തെടുത്താലും പറ്റിപ്പും തട്ടിപ്പും മറ്റുള്ളവരെ സൈഡ് ലൈൻ ചെയ്യുകയും അവൻ്റെ വളർച്ചയെ തടുക്കണ രീതിയിൽ നമ്മൾ പെരുമാറുകയും. ഈ മലയാളികളെ കൊണ്ട് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാവറച്ചൻ്റെ കാലം വരെ ഇവിടെ ഈ 2000 കൊല്ലമായിട്ട് വിശുദ്ധരില്ലല്ലോ. നമ്മുടെ പോർട്ടുഗീസുകാർ വന്നു നമ്മുടെ പാരമ്പര്യമെല്ലാം കത്തിച്ച് കളഞ്ഞെന്ന് പറഞ്ഞാലും കത്തിക്കണ മുമ്പ് ഒരു കൊല്ലം ഉണ്ടായിരുന്നില്ല, 1500 കൊല്ലം. ഒരു വിശുദ്ധം പോലും ഇല്ല ഈ സഭയിൽ, നമ്മുടെ സഭയിലില്ല. അവർ ചാവറച്ചൻ പോലും, ഞാൻ ചാവറച്ചൻ്റെ ഒരു വലിയ ഭക്തനാണ്. ഭക്തനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാംസ്കാരിക ഭക്തനാണ്, ചരിത്രപരമായിട്ട് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ കണ്ണ് തുറന്നതിന് ശേഷം കർമ്മലിത്തക്കാരുടെ പാല് കുടിച്ചാൽ വളർന്നതെന്ന്. കണ്ണ് നിറഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോൾ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കർമ്മലിത്തക്കാർ തന്ന ആധ്യാത്മികത ഉണ്ട്. അത് ഏത് അധ്യാത്മികതയാണ്? ഉദയം സൂര്യദിവസത്തിലൂടെ ആ സഭാ നവീകരണ പ്രക്രിയയിലൂടെ അത് ഏറ്റെടുത്ത് കർക്കശമായി ഒത്തിരി തെറിയും ഒത്തിരി സങ്കടവും ഒത്തിരി ഞെരുക്കങ്ങളൊക്കെ അനുഭവിച്ച് തന്നെയാണ് അവരിതെല്ലാം സഭയെ നവീകരിച്ചെടുത്തത്. എടുത്തതിന് ശേഷം നമുക്ക് വിശുദ്ധരുണ്ടായി, വിശുദ്ധ ജീവിതം എന്താണെന്നൊക്കെ മനസ്സിലായി. അതുപോലെ തന്നെ എങ്ങനെയാണ് കൗദാശ ജീവിതം എന്നൊക്കെ മനസ്സിലായി. നമ്മൾ ആഴമായ സാക്ഷികളായി മാറി. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എന്തുമാത്രം സുവിശേഷ പ്രവർത്തകരുണ്ടായി. ഈ പോർട്ടുഗീസുകാർ വരുന്ന മുമ്പ് ഒരു സുവിശേഷ പ്രവർത്തനം കാണിച്ചു തരാവാ? ആരുമില്ല. ഇനിയിപ്പോൾ എന്തെല്ലാം വിശുദ്ധന്മാരുണ്ടായി. ഇപ്പോൾ കുഞ്ഞാനച്ചനെ പോലെയുള്ള എന്തുമാത്രം വിശുദ്ധന്മാരിന് വരാൻ പോകുന്നു. അവരാരെല്ലാം എന്താണ്? അതെല്ലാം വരാപ്പുഴ വികാരിയാത്തിൽ നിന്ന് പ്രസരിച്ച ആധ്യാത്മിക ചൈതന്യത്തിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ള കൃപകളാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അത് നമ്മളെ ചരിത്രത്തിൽ ഇപ്പം എല്ലാവരും പോർട്ടുഗീസുകാരെ തെറി വിളിക്കുകയും കർമ്മലിത്തക്കാരെ
എപ്പോഴും പുച്ഛത്തോടെ നോക്കുകയും ചെയ്യുന്ന ഒത്തിരി പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനത് വേറൊരു വശം കൂടി ചിന്തിച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ ആധ്യാത്മികത എന്താ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കർമ്മലിത്തക്കാരുടെ ആധ്യാത്മികതയാണ്. ഈ സ്റ്റവലിൻ്റെ പിതാവിനെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, സ്റ്റവലിൻ്റെ പിതാവാണേ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് മാന്നാനത്ത് CMA ആശ്രമം ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത്. അന്ന് പാലക്കലച്ചനുണ്ടായിരുന്നു. പാലക്കലച്ചനും ചവറ അച്ഛനായിരുന്നു, അതായത് ക്ലിയറിയായിട്ട് പട്ടം കിട്ടിയുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി നിൽക്കുമ്പോൾ സ്റ്റബിലിൻ്റെ പിതാവിന് അന്ന് കാര്യം മുഴുവൻ ചൊറിയായിരുന്നു. ഈ വഴിക്ക് ആലപ്പുഴ വന്ന് താമസിച്ച് ഭയങ്കര രോഗങ്ങൾ പിടിച്ചിട്ട് പാവം അവിടെ പോയി ആയുർവേദ ചികിത്സയായിരുന്നു. അപ്പോൾ എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ലെങ്കിൽ പോലും ഈ ചൊറി പിടിച്ച കാലം തളർന്ന കാലമായിട്ട് സായിപ്പല്ലേ മുഴുവനും ചുവന്ന് നേറി വന്ന് കുടമാളൂർന്ന് അവിടെ വന്ന് നിൽക്കുകയാണ്. എന്ന് പറഞ്ഞ് നിങ്ങളിട് ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ആദ്യത്തെ ആശ്രമക്കല്ലിടുന്നത്. അദ്ദേഹം ഒരു 200 സ്കൂടി കൊടുക്കും. 6 വെള്ളി നാണയമാണ് സ്കൂടി എന്ന് പറയണത്. അത് ആദ്യത്തെ സംഭാവനയാണത്. നമ്മുടെ സഭയുടെ ചരിത്രങ്ങൾ വളരെ പോസിറ്റീവായിട്ട് പഠിക്കാൻ നോക്കണം. അല്ല സഭയുടെ പഠിക്കണത് ഈ സഭയെ വെറും ഒരു ജാതി സമാജമായിട്ട് കാണുന്നവരാണ് പലപ്പോഴും മറ്റുള്ളവരെ ഈ സഭയിൽ നടന്നിട്ടുള്ള എല്ലാ നവീകരണ പ്രവർത്തനങ്ങളെയും സംശയം ദൃഷ്ടിയോടെ നോക്കുന്നത്. സഭ ജാതി സമാജമല്ല, സഭ തിരുസഭയാണ്. കർത്താവിൻ്റെ വിശുദ്ധമായിരുന്ന വീണ്ടെടുക്കപ്പെട്ടവരുടെ ആത്മീയ സുവിശേഷ സാക്ഷ്യക്കൂട്ടായ്മയാണ്. അത് അങ്ങനെ തന്നെ വരികയും ചെയ്യണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എൻ്റെ പേര് ഗൗരി. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു നോൺ ക്രിസ്ത്യനാണ്. എൻ്റെ അമ്മയാണ്. ഞാൻ ഇവിടെ ജൂലൈ 13 തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്, 2025. ആദ്യമായിട്ട് എൻ്റെ അമ്മയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അമ്മ 6 നിയോഗം എഴുതിയതിൽ അവസാനത്തെ നിയോഗമായിട്ട് എനിക്ക് വിദേശത്തൊരു ജോലിയാണ് അമ്മ നിയോഗമായിട്ട് എഴുതിയിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അവിടുത്തെ എൻ്റെ ഒരു കൊളീഗ് വഴി ഞാൻ കൃപാസനത്തിൽ അവൾ ഉടമ്പടി എടുക്കാൻ വന്നു. അതിനുശേഷം ഒരു 2-3 ദിവസത്തിന് ശേഷം ഞാനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാനും ദുബായിൽ പോകണം എന്ന ആഗ്രഹം പറഞ്ഞ് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ജാനുവരി 14 ദുബായിൽ പോയി. അവിടെ ചെന്ന് ജോലിക്കായിട്ട് അപ്ലൈ ചെയ്തു. ഇൻ്റർവ്യൂ കോൾസൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും പെരുന്നാളിൻ്റെ സമയമായത് കാരണം റിക്രൂട്ട്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഹാഫ് ഡേ വർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം എനിക്ക് ഇൻ്റർവ്യൂ കോൾസ് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു എത്രയും പെട്ടെന്ന് ജോലി ശരിയാവണം. കാര്യം ഞാൻ വീട്ടിൽ 2 പെൺകുട്ടികളാണ്, ഞാനാണ് എൽഡർ 1. അപ്പം ഞാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്താലേ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും നടക്കുകയുള്ളൂ എന്നൊരു സിറ്റുവേഷൻ. അങ്ങനെയാണ് ഞാൻ പോയത്. അത് കഴിഞ്ഞപ്പോഴേക്കും വാറ് വന്നു. ഞാനൊരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് മെട്രോ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ വാറാണെന്ന് കേട്ടല്ലോ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കുഴപ്പമുണ്ടോ എന്ന്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം അറിയുന്നത് പോലും. അപ്പോഴത്തേക്കും തിരിച്ച് നാട്ടിൽ വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരെ എത്തി. കാര്യം ഫ്ലൈറ്റ്സ് ഒന്നും ഇല്ല. അഥവാ ഫ്ലൈറ്റ്സ് ഉണ്ടെങ്കിലും പിന്നെ ടിക്കറ്റ് ഭയങ്കര ഹൈക്കായിരുന്നു ചാർജസൊക്കെ. അപ്പോഴത്തേക്കും എൻ്റെ വിസ റിന്യൂവലായി. ഒരു ദിവസം പോലും പിന്നീട് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് പൈസയൊക്കെ അയച്ചിട്ട് ഞാൻ വിസ റിന്യൂ ചെയ്തു. എന്നിട്ടും ഇൻ്റർവ്യൂ കോൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാര്യം അവിടെ ഇങ്ങനെ ഇത്രയും വലിയ സിറ്റുവേഷൻ ആയത് കാരണം റിക്രൂട്ട്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. കറൻ്റ്ലി വർക്ക് ചെയ്തിരിക്കുന്നവരെ പോലും ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. ലോജിസ്റ്റിക്സ് കമ്പനികളിൽ നിന്നൊക്കെ അറൗണ്ട് 300 എംപ്ലോയീസിനെ വരെ അപ്പം തന്നെ ടെർമിനേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായി. ആ സമയത്താണ് ഞാൻ ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്നത്. എന്നാലും ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കറിഞ്ഞ് വെറുതെ എന്നെ ഇവിടെ വരെ എത്തിച്ചതായിരിക്കല്ലേ. കാര്യം ഞാൻ ഉണ്ടായിരുന്ന ഏർണിങ്സ് കളഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പം ഞാൻ അപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. രാവിലെ 4 മണിക്ക് ഇവിടുത്തെ 5:30 പ്രെയർ അവിടെ 4 മണിക്കാണ്. ആ 4 മണിക്ക് വെളുപ്പിനെ 4 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കും. ഈവനിങ് ഉള്ള പ്രെയർ കേൾക്കും. അങ്ങനെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ഇത്രയും പെട്ടെന്ന് ജോലി ആവണം എന്നുള്ളത്. എന്നിട്ടും എനിക്ക് വിസ ഒന്നും ആയില്ല. ആ സമയത്ത് എന്നും വാറിൻ്റെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. എപ്പോഴും നമ്മുടെ ഫോണിൽ അലേർട്ടൊക്കെ വന്നുകൊണ്ടിരുന്ന സിറ്റുവേഷൻ. അപ്പോൾ നാട്ടിൽ നിന്ന് ഇനി തിരിച്ച് വരാൻ വരെ വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞെങ്കിൽ പോലും ഞാൻ മാതാവായിട്ട് എന്നെ അവിടെ എത്തിച്ചതാണെങ്കിൽ ജോലി ആവാതെ നാട്ടിൽ തിരിച്ച് പോകത്തില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു. അങ്ങനെ എൻ്റെ അങ്ങനെ ഞാൻ വിസ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒമാനിൽ പോയത്, മസ്കറ്റിൽ പോയത് ഫ്ലൈറ്റിലാണ്.
അപ്പം അത്രയും പ്രശ്നം ത്രെട്ടുള്ള സമയത്ത് ഞാൻ ഫ്ലൈറ്റിൽ കയറി ഇരിക്കുന്ന സമയത്തും അലേർട്ട് വന്നു, ത്രെട്ടുണ്ട്, അത് കാരണം നമുക്ക് അപ്പം ഫ്ലൈറ്റ് എടുത്തില്ല. ഒരുപാട് ലേറ്റായിട്ടാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത്. അവിടെ ചെന്നിട്ട് പോലും മസ്കറ്റിൽ നമുക്ക് എയർപോർട്ടിൽ പോലും നമ്മളെ ഇറക്കിയില്ല, ബോർഡിംഗ് എല്ലാം ഫ്ലൈറ്റിനുള്ളിൽ വെച്ചിട്ടായിരുന്നു. തിരിച്ച് വന്നിട്ടും എൻ്റെ വിസ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു, പുറത്ത് ഇറക്കി വിടണ പോലും ഇല്ല. കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ എയർപോർട്ടിനടുത്തായതുകൊണ്ട് അവിടെ കഴിഞ്ഞ ദിവസം കൂടിയാണ് ഡ്രോൺ ഇതുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അവിടെ നിന്നത്. ആ സമയത്ത് എനിക്ക് വേറെയും ഒരുപാട് സ്ട്രഗിൾസ് ഞാൻ ഫേസ് ചെയ്തിരുന്നു. ഫിനാൻഷ്യലി ആവട്ടെ, ഫിസിക്കലിയും എനിക്ക് പനി കൂടിയിട്ട് അക്യൂട്ട് സൈനസൈറ്റിസ് ആയി, ഇയറിൽ ഇൻഫെക്ഷനായി, പസ് വരെ വരണ സിറ്റുവേഷനായി. ഒരുപാട് ഹോസ്പിറ്റലുകൾ മാറി മാറി കാണിച്ച് അറൗണ്ട് 6000 നാട്ടിലത്തെ INR വേണം ഒരു പ്രാവശ്യം ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ആ സമയത്ത് ഞാൻ തൈലം പുരട്ട് പ്രാർത്ഥിക്കുകയോ ഉപ്പ് കൺസ്യൂം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ രണ്ടാമത്തെ റിന്യൂവലായി. ആ സമയത്തും ജോലിയൊന്നും ആയില്ല. അപ്പം ഞാൻ ഓരോ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ഈ ജോലിയെങ്കിലും കിട്ടണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. പക്ഷെ അതൊന്നും മാതാവ് എനിക്ക് തന്നില്ല. അപ്പം നല്ലതെന്തോ ബെറ്റർ വരാനുണ്ടെന്ന് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ മാതാവായിട്ട് ഒരു വേക്കൻസി അവിടെ ഒരു കമ്പനിയിൽ എനിക്കായിട്ട് തന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ റൂംമേറ്റ് മാരേജായിട്ട് പോയി ഖത്തറിൽ പോവുകയാണ്. അപ്പോൾ പുള്ളിക്കാരുടെ വേക്കൻസിയിൽ എനിക്കവിടെ ജോബ് ശരിയായി. എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ജോബ് കൺഫേമായി. 2 ഡേയ്സിനുള്ളിൽ ഇൻ്റർവ്യൂവിന് പോയി. 2 ദിവസത്തിനുള്ളിൽ കൺഫർമേഷൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല ആ ജോലി കിട്ടുമെന്ന്. കാര്യം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വിസ ഒരു കമ്പനീസും പ്രൊവൈഡ് ചെയ്യത്തില്ല. അവർക്ക് ഓൺ വിസ ഉള്ള ഒരു ലേഡീനെ കിട്ടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതും ഹോപ്പില്ലെന്ന് പറഞ്ഞ്, എന്നാലും ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. കൃപാസനത്തിൽ വന്ന് ഞാൻ സാക്ഷ്യം പറയും, ജൂൺ 19-ാം തീയതി എനിക്ക് ജോലി കിട്ടി എന്ന് സാക്ഷ്യം പറയാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ജൂൺ 19-ന് തന്നെ എനിക്ക് ജോബ് കൺഫേമായി. അത് കഴിഞ്ഞിട്ട് അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല എനിക്കിങ്ങനെ നാട്ടിലിങ്ങനെ വരാൻ പറ്റുമെന്നോ ഒന്നും വിശ്വസിച്ചിരുന്ന അല്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഓണർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഗൗരിക്ക് വേണമെങ്കിൽ ഒന്ന് നാട്ടിൽ പോകാം, നാട്ടിൽ പോയിട്ട് വന്നോളൂ, അല്ലെങ്കിൽ കമ്പനിക്ക് എക്സ്ട്രാ 1300 ദിർഹംസും കൂടി ആവണമുണ്ട്. അപ്പം അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വരണതിന് ഡേറ്റ് ടിക്കറ്റ് എടുത്തപ്പോഴേക്കും അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു, എന്ത് വിശ്വാസത്തിൻ്റെ പുറത്താണ് പോണത്, കാര്യം ഒരു ഓഫർ ലെറ്ററോ ഒന്നും കിട്ടിയില്ലല്ലോ എന്ന്. അങ്ങനെ ഞാൻ വരുന്നതിൻ്റെ 2 ദിവസം മുന്നേ എനിക്ക് ഓഫർ ലെറ്ററും വർക്ക് കോൺട്രാക്റ്റും കിട്ടി. ഞാൻ അത് സൈൻ ചെയ്തിട്ടാണ് നാട്ടിൽ വന്നത്. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു ഇതാണ്. കാര്യം ഇപ്പോഴത്തെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ വിസ തരുമെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊരു ജോലി കിട്ടുമെന്നോ ഞാൻ വിശ്വസിച്ചില്ല. എൻ്റെ മെറിറ്റ് കൊണ്ട് കിട്ടിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാതാവായിട്ട് അവിടെ ഒരു വേക്കൻസി ഉണ്ടാക്കി തന്നതാണ് എനിക്ക്. എൻ്റെ ഒരു മെറിറ്റ് കൊണ്ടും അല്ല എനിക്ക് ആ ജോലി കിട്ടിയെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ 23-ന് നാട്ടിൽ വന്നു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു ബുധനാഴ്ച അപ്പം ഞാൻ എന്നും പ്രാർത്ഥിക്കും, ദൈവമേ എത്രയും പെട്ടെന്ന് എൻ്റെ വിസയും ടിക്കറ്റും കിട്ടണേ. കാര്യം പിന്നെയും അവിടെ ത്രെട്ടൊക്കെ ഉണ്ടായി, അലേർട്ടൊക്കെ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഇനി തിരിച്ച് കയറി പോകാൻ പറ്റത്തില്ലേന്ന് വിഷമിച്ചു. കാര്യം ഞാൻ റൂമൊന്നും വെക്കേറ്റ് ചെയ്യാതെയാണ് വന്നത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു ഫ്രൈഡേ എനിക്ക് വിസ വന്നു. അത് കഴിഞ്ഞ് ഒരു 1 വീക്കിനകത്ത് എൻ്റെ ടിക്കറ്റ് വന്നു. ജൂലൈ 17-ന് ഈ വരുന്ന ഫ്രൈഡേ ഞാൻ തിരിച്ച് ദുബായിൽ പോവുകയാണ്. ഞാൻ പോകുന്നത് എൻ്റെ വർക്ക് വിസയിലും അവർ തന്ന ടിക്കറ്റിലുമാണ് ഞാൻ പോകുന്നത്. ഡേറ്റ് ജൂലൈ 17-നാണ്. മാതാവ് തന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഇതുപോലൊരു 7 എന്ന് കാണിക്കുന്ന ദിവസമായത് കാരണം എനിക്കും ടിക്കറ്റ് കിട്ടിയത് ജൂലൈ 17-നാണ്. അപ്പോൾ മാതാവ് തന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് 2 സിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം സർജറി പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം ഞാനും പ്രാർത്ഥിച്ചിരുന്നു, മാതാവ് ഈ ചെറിയ പ്രായത്തിൽ അവൾക്ക് സർജറി ഒന്നും ചെയ്യേണ്ടി വരില്ലേ. അങ്ങനെ കഴിഞ്ഞ ദിവസം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അവളുടെ സിസ്റ്റ് സൈസ് 8 സെൻറ്റിമീറ്റർ എന്നുള്ള 5 സെൻറ്റിമീറ്ററായിട്ട് കുറഞ്ഞു, ടാബ്ലറ്റ് കഴിച്ചാൽ മാറും, സർജറി ചെയ്യേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതും മാതാവ് തന്ന അനുഗ്രഹമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനും അമ്മയും ഹോസ്പിറ്റലുകളിൽ ഫുഡ് കൊടുക്കുന്നതിൻ്റെ കൂടെ പത്രവും പ്രാർത്ഥിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബൈബിള് വായിക്കും ഡെയിലി. പിന്നെ ഞാനിവിടെ വന്നതിന് ശേഷം ജപമാല ചൊല്ലാറുണ്ട്. അങ്ങനെ
എനിക്കിവിടെ വന്നതിന് ശേഷം ക്ലൈമറ്റ് മാറിയതിൻ്റേതായ ഒരു പനിയൊക്കെ ഉണ്ടായി. അപ്പോഴേക്കും ത്രോട്ടിൽ ഒരു മുഴ പോലെ കണ്ടു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. എനിക്ക് ഉമിനീരിറക്കണ സമയത്തൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മ പറഞ്ഞു, നീ തൈലം തേച്ച് പ്രാർത്ഥിക്കുക, ഹോസ്പിറ്റലൊന്നും പോകേണ്ടി വരത്തില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്കിപ്പോൾ അങ്ങനെ ഒരു തടിപ്പോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യണില്ല. അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഒരു നന്ദി. ഇത് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാട്ടിൽ തിരിച്ച് വന്നതെന്ന് പോലുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. എൻ്റെ പ്രൊഫഷൻ അക്കൗണ്ട്സ് ആണ്. അപ്പം മാതാവ് എന്ന് എൻ്റെ കൂടെ, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയും മുന്നോട്ട് മാതാവിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 2-ാം വചനമാണ്. ജീവിതത്തിലെ ഏത് കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോഴും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ദൈവം കൂടെയുണ്ട്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ, കണ്ണീരിൻ്റെയും ദുഃഖത്തിൻ്റെയും നാളുകളിലൂടെ നടന്നു നീങ്ങുമ്പോൾ, നദികൾ കടക്കുമ്പോൾ, നിയന്ത്രിക്കാനാവാത്ത വലിയ പ്രതിസന്ധികളിൽ പെട്ടുപോകുമ്പോൾ, അഗ്നിയിലൂടെ നടക്കുമ്പോൾ, പരീക്ഷണങ്ങളുടെ സമയങ്ങളിൽ, രോഗങ്ങളിലൂടെ, ദുഃഖങ്ങളിലൂടെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ, അപമാനത്തിലൂടെ നടക്കുമ്പോൾ ഇവയെ ഒന്നും തകർക്കാൻ അനുവദിക്കാതെ ദൈവം തൻ്റെ കൃപയാൽ ഉടമ്പടി മക്കളെ കാത്ത് സംരക്ഷിക്കുകയാണ്. അതാണ് നാം ഓരോ സാക്ഷ്യത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കഷ്ടതകൾ അവസാനിക്കാതിരുന്നാലും ദൈവ സാന്നിധ്യം നമ്മെ അതിലൂടെ സുരക്ഷിതമായി നടത്തുമെന്നുള്ളതാണ്. അശ്വതി ഗൗരി ശ്യാം എന്ന മകളുടെ സാക്ഷ്യത്തിലും സമുദ്രത്തിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളിലൂടെ നാളുകളുമൊക്കെ അശ്വതിയുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയെല്ലാം ഈശോയുടെ അമ്മയുടെ ഒരു വലിയ സാന്നിധ്യമാണ് ഈ മകൾ അനുഭവിച്ചറിഞ്ഞത്. ആദ്യമായി കൃപാസനം പരിശുദ്ധമായ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ദുബായിലേക്ക് പോകാനായിട്ടുള്ള ഒരാഗ്രഹത്തോടു കൂടിയാണ് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് തന്നെ ദുബായിലേക്ക് പോകാൻ സാധിച്ചു. പക്ഷെങ്കിൽ അവിടെ ചെന്നപ്പോൾ സമുദ്രത്തിലൂടെ കടന്നു പോകുന്ന നാളുകളായിരുന്നു. ജോലി കൃത്യമായിട്ട് കിട്ടിയില്ല, യുദ്ധമായി, വിസ റിന്യൂവലിൻ്റെ സമയമായി, എല്ലാവരും ടെർമിനേറ്റ് ചെയ്യപ്പെടുന്ന ഒത്തിരി മക്കളെ ടെർമിനേറ്റ് ചെയ്യുന്ന സമയമായിരുന്നു. പിന്നീട് സ്വന്തം അക്കൗണ്ട് ക്യാഷിൽ തന്നെ വിസ റിന്യൂ ചെയ്തു അവിടെ കണ്ടിന്യൂ ചെയ്യുകയാണ്. പക്ഷേങ്കിൽ ഈ മകൾ പറയുന്നത്, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അമ്മയാണ് എന്നെ കൊണ്ടുവന്നത്, അമ്മയെ എനിക്കൊരു വഴി കാണിച്ചു തരുമെന്നാണ്. ഇതാണ് നമ്മുടെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കിട്ട വചനം. സമുദ്രത്തോടെ കടന്നു പോകുമ്പോഴും നദികൾ കടക്കുമ്പോഴും അഗ്നിയിലൂടെ നടന്നാലും നമ്മെ കൈപിടിച്ച് നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണുക. ഈ മകളുടെ ജീവിതത്തിലും ഈ ബുദ്ധിമുട്ടുകളിലും വിഷമങ്ങളുടെ ഇടയിലൊക്കെ ഈ മകൾ ദുബായിൽ, ഇവിടുത്തെ 5:30 സമയം, ദുബായിൽ 4 മണിയാണ്. 4 മണിക്ക് എഴുന്നേറ്റ് ഡെയിലി ബ്രെഡ് കൂടി ഈശോയുടെ മമ്മയോടും ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ അക്രൈസ്തവയായ മകൾ ഗൗരി ശ്യാം. ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം തന്നെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെട്ടെന്ന് ഒരു മകൾക്ക് കല്യാണമാവുകയും ആ ഹോസ്പിറ്റലിൽ ഈ മകൾക്ക് ഹസ്ബൻഡ് കൂടെ ഖത്തറിലേക്ക് മാറേണ്ടി വന്നത്. അങ്ങനെ ആ വേക്കൻസിയിൽ ഈ മകൾക്ക് ഒരു ജോലി ലഭിക്കുകയാണ്. അത് ഈശോയും അമ്മ ഒരുക്കി വെച്ച ഒരു ജോലിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ പിടിച്ചു നിർത്തി ഈ മകൾ പറയുകയുണ്ടായി, ഈശോയും അമ്മയും എന്നെ കൊണ്ടുവന്നാണ്, അമ്മയും ഈശോയും എനിക്കൊരു വഴി കാണിച്ചു തരും, വഴി തുറന്നു തരുമെന്ന വിശ്വാസത്തോടെ അവിടെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ തന്നെയാണ് അവിടുത്തെ ആ ജോലി ലഭിക്കുന്നത്. ഇൻ്റർവ്യൂവിന് പോവുകയും പിന്നീട് ഈ മകൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയാണ്, ജൂൺ 19 മുമ്പ് ഈശോയും അമ്മയും ചേർന്ന് എനിക്ക് ആ ജോലി കൺഫേം ആക്കി തരണമേ എന്ന്. അതിന് പ്രകാരം ജൂൺ 19 തന്നെയാണ് ഈ മകൾക്ക് കൺഫേം ലെറ്റർ കിട്ടുന്നത്. അവിടെയും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് നമുക്കറിയാം, സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് കൃപാസനം അമ്മ. സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് ഉച്ച കഴിഞ്ഞ് 2:30 ഡിസംബർ 7-ാം തീയതി അമ്മ ഈ പുണ്യസ്ഥലത്ത് എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി മക്കൾ സമയം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നമുക്കറിയാം അമ്മ അതെങ്ങനെയെങ്കിലും ആകാത്ത സമയമാക്കി തരുന്ന അമ്മയാണ് കൃപാസനം അമ്മ. കാനായിൽ വെച്ചും അമ്മ അതുതന്നെയാണ് ചെയ്തത്. എൻ്റെ സമയമായിട്ടില്ല എന്ന് ഈശോ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് നമ്മളോടൊരു കാര്യമാണ്, അവൻ പറയുന്ന പോലെ ചെയ്യുക എന്നാണ്.
ഒരു പക്ഷേ ഗൗരി ശ്യാമ അതുതന്നെയാണ് ചെയ്തത്. അവൻ പറയുന്നത് പോലെ വചനമനുസരിച്ച് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ഉടമ്പടി ജീവിതം മുന്നോട്ട് പോവുകയാണ്. ആ നഷ്ടപ്പാടിൻ്റെ ദിവസങ്ങളിലും കഷ്ടപ്പാടിൻ്റെ ദിവസങ്ങളിലുമെല്ലാം ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. സമുദ്രത്തിലൂടെയും നദിയിലൂടെയും അഗ്നിയിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ള ശക്തിയാണ് ഉടമ്പടി മക്കൾക്ക് ഈശോയും അമ്മയും നൽകുന്നത്. അങ്ങനെ ഈ മകൾ ജോലി കിട്ടി. പിന്നീട് ആ ജോലി കിട്ടുന്നതിന് ഒരു വേക്കൻസി തുറന്നു കൊടുക്കുകയാണ്. ഒരു പുതിയ വേക്കൻസി തന്നെയാണ്. അവിടെ ഒരു മകൾക്ക് കല്യാണമാകുകയും ഖത്തറിലേക്ക് പോവുകയും ഷിഫ്റ്റ് ചെയ്യുകയും അവിടെ ഈ മകൾ CV കൊടുക്കുകയും ആ ഓണർ അക്സെപ്റ്റ് ചെയ്യുകയുമാണ്. പിന്നീട് ഇപ്പോഴിന്ന് വന്നിരിക്കുന്നത് തന്നെ 23-ാം തീയതി ഈ മകൾ ടിക്കറ്റ് എടുത്ത് തിരിച്ചു കിട്ടി. അതും ആ ഹോസ്പിറ്റലിലെ ഓണർ തന്നെയാണ് മകളോട് പറഞ്ഞത്, മോളെ നീ വീട്ടിൽ പോയി അവധി എടുത്തിട്ട് തിരിച്ചു വരികയെന്ന്. അത് തന്നെയാണ് ഈ മകളിപ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിട്ട് അമ്മയ്ക്ക് ആ കുറച്ച് സമയം കിട്ടിയ ആ സമയത്തിനുള്ളിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. ആ ടിക്കറ്റ് കിട്ടുന്നതും ഇപ്പോൾ തിരിച്ചു കിട്ടാനുള്ള ടിക്കറ്റും അതും ആ ഓണർ തന്നെയാണ്, ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് കൊടുത്ത ടിക്കറ്റ്. അത് 17 ജൂലൈ ആണ്. അത് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ 7 എന്ന നമ്പർ വളരെ ഒരു പ്രാധാന്യമുണ്ട്. അതായത് നമുക്ക് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മക്കൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം 7-ന് പ്രത്യേകിച്ചും 7, 17, 27 ഡേറ്റൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഈ മകളും വിശ്വസിക്കുന്നത് 17-ാം തീയതി എൻ്റെ റിട്ടേൺ ടിക്കറ്റ് ഹോസ്പിറ്റൽ ഓണർ തന്നെ എടുത്തു കൊടുത്തതാണ്. അതുകൊണ്ട് അതും പരിശുദ്ധ അമ്മയുടെ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ തന്ന ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെയാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീടുള്ള ഉടമ്പടി ജീവിതവും ഓഫർ ലെറ്റർ കിട്ടാതെ എങ്ങനെ പോകുമെന്ന് ആൾക്കാരൊക്കെ ചോദിച്ചപ്പോഴും മകൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ പോരുന്നതിന് തലേ ദിവസം ഈ മകൾക്ക് അറിയാമായിരുന്നു അമ്മ ഒരു വഴി കാണിച്ചു തരും, വിശ്വാസത്തോടെ ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്ത് ടിക്കറ്റൊക്കെ എടുത്തു പോരുവാനാണ്. പക്ഷേങ്കിൽ വരുന്നതിന് തലേ ദിവസം തന്നെ അമ്മ അതും മറന്നില്ല. വരുന്നതിന് 2 ദിവസം മുമ്പ് ഓഫർ ലെറ്ററും എല്ലാം കൊടുത്തു. അതുകൊണ്ട് സന്തോഷത്തോടെ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ഉടമ്പടി ജീവൻ നയിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മകൾ 17-ാം തീയതി തിരിച്ചു പോവുകയാണ് ജോലിക്കായിട്ട്. ഇവിടെയെല്ലാം നാം കാണുന്നത് ഈശോയുടെ അമ്മയുടെയും വലിയൊരു സാന്നിധ്യമാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉടമ്പടിയിൽ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം വഴി കൃപാസനം ഉടമ്പടിയിൽ വിശ്വസ്തമായി ജീവിക്കുമ്പോൾ ഏത് പ്രതിസന്ധിയിലും ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന വിശ്വാസത്തിൽ ധൈര്യമോടെ മുന്നോട്ട് പോകുവാനായിട്ടുള്ള നമുക്കൊരു കൃപ ലഭിക്കുന്നുണ്ട്. ജീവിതത്തിലെ വെള്ളപ്പൊക്കങ്ങളിലും അഗ്നിപരീക്ഷണങ്ങളിലും ഭയപ്പെടാതെ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യത്തിൽ വിശ്വസിച്ച് നടക്കാൻ നമ്മെ ശക്തിപ്പെടുത്തണമെന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം സമർപ്പിച്ച് അമ്മയുടെ ഉടമ്പടിയിൽ മരിയൻ ഉടമ്പടിയിൽ കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഗൗരി ശ്യാമിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആമേൻ. മരിയ.